പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം 2 രാജാക്കന്മാർ 3:16 ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. പ്രൈസ് ദി ലോർഡ്. താഴ്വരകൾ കനാനിൽ എല്ലായിടത്തും കാണുവാൻ കഴിയുന്നു. പല താഴ്വരകളും വളരെ ഫലപുഷ്ടിയുള്ളതായതുകൊണ്ട് ഇവിടെ മുന്തിരിത്തോട്ടങ്ങളും മറ്റ് കൃഷിത്തോട്ടങ്ങളും ധാരാളം കാണുവാൻ കഴിയുന്നുണ്ട്. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി പോയ യോശുവയും കൂട്ടരും, അതായത് നമ്മൾ സംഖ്യാപുസ്തകം 13:23 വായിക്കുമ്പോൾ, അവർ എസ്കോർ താഴ്വരയോളം ചെന്ന് അവിടെ നിന്നൊരു മുന്തിരിവള്ളി കുലയോട് പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. നമുക്കത് വായിക്കാൻ കഴിയുന്നത്. അതായത് നോക്ക്, ഹല്ലേലൂയ, 2 പേരാണ് ഒരു മുന്തിരിവള്ളി കുല പറിച്ചെടുത്ത് ചുമന്നുകൊണ്ട് പോകുന്നത്. അത്രമാത്രം ഫലപുഷ്ടിയുള്ള ദേശമായിരുന്നു, അത്രമാത്രം ഫലവത്തായ ദേശമായിരുന്നു ഹല്ലേലൂയ താഴ്വരകൾ എന്നറിയപ്പെടുന്ന ഈ കനാൻ ദേശമല്ല. ഹല്ലേലൂയ. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. അതായത് പലപ്പോഴും കൂരിരുൾ താഴ്വരകളുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എല്ലാം ഉണ്ട്, ഇനി ഒരു കുറവും എനിക്ക് ഉണ്ടാകുകയില്ല എന്ന് നാം വിചാരിച്ച് പലപ്പോഴും ദൈവസന്നിധി പോലും സമയം വേർതിരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുമ്പോഴാണ് ഈ കൂരിരുൾ താഴ്വരയുടെ അനുഭവം കടന്നു വരുന്നത്. കൂരിരുൾ താഴ്വര ജീവിതത്തിന്റെ അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ കൂരിരുളിന്റെ അവസ്ഥകൾ നേരിടേണ്ടി വന്നാലും നമുക്കറിയാം, സങ്കീർത്തനം 23:4 പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടാതിരിക്കുവാൻ കാരണം? അതായത് പ്രീതി മക്കളെ, നമ്മുടെ കഴിവ് കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ആൾബലം കൊണ്ടോ ഒന്നുമല്ല. പലപ്പോഴും നാം നമ്മെ തന്നെ ഉയർത്തി പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ മഹിമ കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ ഒന്നുമല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് ആ വടിയും കോലും കൊണ്ട് നമ്മെ ഹല്ലേലൂയ ആശ്വസിപ്പിച്ച് ഹല്ലേലൂയ വരാവുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടുവിച്ച് ദൈവം നടത്തുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അനേകം കുഴികൾ വെട്ടണം. അതായത് അനേക കുഴികൾ വെട്ടിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും വേണ്ടുവോളം തൃപ്തി പ്രാപിപ്പാൻ സാധിക്കുള്ളൂ. നാം എവിടെ പാർക്കുന്നു അവിടെ ദൈവവചനം വേണ്ടും പോലെ പറയുവാൻ ഹല്ലേലൂയ അവസരം ഒരുക്കിയെടുക്കുക. ഹല്ലേലൂയ. നാം എവിടെ പാർക്കുന്നു, നമ്മുടെ ചർച്ചിലായാലും നമ്മുടെ ഹല്ലേലൂയ ഇടപെടുന്നവരോടായാലും നമ്മൾ ഒരു ദൈവവചനം പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 6:4-5 നോക്കുമ്പോൾ, യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞ് ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. യേശു അപ്പച്ചൻ പറയുകയാണ്, സ്വന്തം ഭവനത്തിലും നമ്മുടെ ചർച്ചക്കാരുടെ ഇടയിൽ ഒന്നും നമുക്ക് പലപ്പോഴും പലതും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണമുണ്ട്, അവരൊക്കെ ഹല്ലേലൂയ ഇവർ ഇന്നാളുടെ മകനാണ്, ഇവിടെയുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ കുടുംബ മഹിമകളൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മളെ ഹല്ലേലൂയ വല്ലാത്ത രീതിയിലാക്കി കളയും. പക്ഷേ നമ്മുടെ വീര്യപ്രവൃത്തി ഒന്നും നടക്കത്തില്ല. കാരണമുണ്ട്, അവരുടെ മനസ്സിലിരിക്കുന്ന ഹല്ലേലൂയ അവിശ്വാസമാണ്. ഇത് എന്തുവാണ്, ഇങ്ങനെ നടക്കുമോ, അങ്ങനെയൊക്കെയുള്ള. പക്ഷേ നമ്മൾ മറ്റൊരു ദേശത്ത് പോവുകയാണെങ്കിലും മറ്റൊരിടത്ത് നമ്മൾ പ്രവർത്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിപ്പാനിടയാകും. ഹല്ലേലൂയ. നമുക്ക് അവിശ്വാസം ഹേതുവായിട്ടാണ് ഒരു കാര്യവും നടക്കാതെ വരുന്നത്. പലപ്പോഴും നമ്മുടെ അവിശ്വാസങ്ങളൊക്കെ മാറ്റി നിർത്തണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് ഹല്ലേലൂയ അനേകം കുഴികൾ വെട്ടുവാൻ. ഹല്ലേലൂയ. നോക്കൂ, അവിശ്വാസം ഹേതുവായിട്ട് പല കാര്യങ്ങളും നടക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ പിന്നെയും പറഞ്ഞാൽ നിങ്ങൾ അനേകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഴികൾ വെട്ടണം. നിങ്ങൾ അത് കണ്ടുകൊണ്ട് അവിശ്വാസം കണ്ട് നിങ്ങൾ മാറിയിരിപ്പാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 3:17 പറയാണ്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ഓരോരുത്തരും ഏൽപ്പിച്ച താലന്തുകളെ വേണ്ടുപോലും വ്യാപാരം ചെയ്യുമ്പോൾ പ്രീതി മക്കളെ അവിടെ ദൈവപ്രവൃത്തി
വെളിപ്പെടുക. ഹല്ലേലൂയ. നാം ഒന്ന് പ്രവർത്തിച്ചാൽ മതി. നമ്മെ കൊണ്ട് എന്താണ് കഴിയുന്നത് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ നമ്മൾ വ്യാപാരം ചെയ്യുമ്പോൾ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് അനേകം കുഴികൾ വെട്ട്. ഹല്ലേലൂയ. ഒന്ന് വെട്ടിയിട്ട് അത് മാറി നിൽപ്പാനല്ല. ഹല്ലേലൂയ. പല കുഴികളും നമുക്ക് വെട്ടുമ്പോൾ ഹല്ലേലൂയ വെള്ളം ലഭിക്കണമെന്നില്ല. ഹല്ലേലൂയ. പാറകൾ കാണാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തുവാ മറ്റേ വെട്ടുകല്ലുകൾ കാണാം. ഹല്ലേലൂയ. പലത് എത്ര കുഴിച്ചാലും വെള്ളം ലഭിക്കാതിരിക്കും. അങ്ങനെ പലവിധമായിട്ടുള്ള ഹല്ലേലൂയ കാരണങ്ങളാൽ വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്മാറി പോകുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. വെള്ളം എത്രമാത്രം ആവശ്യമായ രീതി നമുക്ക് ലഭിക്കുന്നത് വരെ നാം കുഴിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം കുഴിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ സംതൃപ്തി പ്രാപിക്കുന്നത് നാം മാത്രമല്ല പ്രിയ മക്കളെ, നമ്മുടെ എല്ലാവരും നമുക്കുള്ളതെല്ലാം ഹല്ലേലൂയ അതിൽ നിന്ന് കുടിക്കുവാൻ ഇടയായിത്തീരും. നാം അനുഭവിക്കുന്ന ദൈവീയ കൃപ ഹല്ലേലൂയ നമ്മുടെ കുടുംബ ജീവിതങ്ങൾക്കും അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അവർ പറയും ദൈവത്തെ അറിഞ്ഞതിന്റെ ഫലമായിട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞ ആരും കർത്താവെ തള്ളിപ്പറയുകയില്ല. ഹല്ലേലൂയ ലജ്ജിപ്പാൻ ഇടയാക്കുകയില്ല. നാം കുഴികൾ വെട്ടുവാൻ, അതായത് ദൈവസന്നിധി മുഴങ്കാൽ മടക്കുവാൻ ഒരുക്കമാണെങ്കിൽ നാം അറിയാതെ തന്നെ ഹല്ലേലൂയ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞ് ഹല്ലേലൂയ അനേകർ യേശു ക്രിസ്തുവിനെ അറിയുവാനും ദൈവപാദപീഠത്തിൽ കടന്നു വരുവാനും ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്കറിയാം നെഹമ്യാവ് പറഞ്ഞത് ഹല്ലേലൂയ എഴുന്നേറ്റു പണിയുക, നശിച്ചു പോകുന്നതായ ജനങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഉത്സാഹത്തോടെ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ നമ്മൾ ഒരുക്കമുള്ളവരെ. നെഹമ്യ 2:20 പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ഹല്ലേലൂയ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റു പണി. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവമാണ് അവിടുന്ന് പണിയുന്നത്, അവിടുന്ന് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നാം ഒന്ന് ഹല്ലേലൂയ ദൈവസന്നിധി ഒന്ന് ഒരുക്കത്തോടെ ചെല്ലുകയാണോ, തീർച്ചയായിട്ടും അവിടെ നമ്മെ എടുക്കുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഉറങ്ങി മയങ്ങിയിരിക്കുന്ന ആ ദൈവജനത്തിന്റെ മധ്യത്തിൽ നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നാം ഈ ദിവസങ്ങൾ ഉറങ്ങിയിരിപ്പാനല്ല ഹല്ലേലൂയ, നാം എഴുന്നേറ്റ് പണിയണം. ഹല്ലേലൂയ. പിന്നീട് ഹല്ലേലൂയ ആരാണ് മുന്നോട്ട് ഇറങ്ങും? നമ്മൾ എഴുന്നേറ്റ് പണിതില്ലെങ്കിൽ പിന്നെ ആരിറങ്ങും? ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവജനങ്ങൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ പലയിടങ്ങളിലും സുവിശേഷ വിരുദ്ധമായിട്ട് വിരോധികൾ എഴുന്നേൽക്കുകയാണ്. അവരാണ് ഇപ്പോൾ പ്രബലപ്പെടുന്നത്. നമ്മൾ അതെല്ലാം അടിച്ചമർത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പലയിടങ്ങളിൽ ആരാധന സൗകര്യങ്ങളൊക്കെ നഷ്ടമാക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നാം അതൊന്നും കണ്ട് ഹല്ലേലൂയ പേടിച്ചിരിപ്പാനല്ല, നാം എഴുന്നേറ്റ് പണിയണം. ഹല്ലേലൂയ. ഈ താഴ്വരകൾ അനേകം കുഴികൾ വെട്ടുവീൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അനേകർ ഹല്ലേലൂയ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനവുമായി ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് മാത്രമല്ല ഈ കുഴികൾ വെട്ടുമ്പോൾ ഹല്ലേലൂയ എല്ലാവർക്കും വേണ്ടുപോലെ ലഭിക്കത്തക്കവണ്ണം ഹല്ലേലൂയ അവിടെ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം സംതൃപ്തി ചെയ്യുന്ന കർത്താപ്പച്ചനാണ്. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ ഹല്ലേലൂയ അതിന് ഈ ദിവസങ്ങളിൽ ഒരുക്കിയെടുക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും സമയം പാഴാക്കാതെ ഹല്ലേലൂയ ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി നമ്മൾ അനേകം കുഴികൾ വെട്ടുവാൻ നാം ഇറങ്ങിത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്തെടുക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ ഹല്ലേലൂയ ആ പ്രത്യാശയോടെ നിത്യ തുറമുഖത്ത് നമുക്ക് കാണുവാൻ, അനേക ജീവിതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ നമുക്കിടയായി തീരണം. ഹല്ലേലൂയ. ദിവസങ്ങൾ എഴുന്നേറ്റ സമയം തക്കത്തിൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കുമായി തീരാം. ഹല്ലേലൂയ. താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേ. ദിവസങ്ങൾ നമ്മെ തന്നെ താഴ്ത്തി ദിവസനായി തീരാം. അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാം. ദൈവം എല്ലാവരെയും വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.